അപ്പോ നമ്മൾ ഇന്ന് മാപ്പിംഗ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം റിമോട്ട് സെൻസിങ് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് മാപ്പിംഗ് നോക്കാം. എന്താണ് മാപ്പിംഗ് എന്ന് പറയുന്നത്? ഗുഡ് ഈവനിങ് അബി. വാട്ട് ഈസ് എ മാപ്പ്? മാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു എർത്തിലെ ഒരു പ്ലേസിന്റെ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിന്റെ ഒരു ട്രൂ റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 2 ഡയമെൻഷണൽ സംഭവമാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതൊരു 2 ഡയമെൻഷണൽ സംഭവമാണ് എന്നുള്ളതാണ്. അപ്പൊ മാപ്പ് എന്ന് പറയുന്നത് ഒരു ട്രൂ റെപ്രസെന്റേഷൻ ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ് ആണ്. അത് ഒരു 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മള് മാപ്പിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് മാപ്പിംഗ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന സംസ്കാരം അത് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. മെസ്സപ്പൊട്ടോമിയക്കാരാണ് ആദ്യമായിട്ട് മാപ്പ് പ്രിപ്പയർ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അവർ മാപ്പ് പ്രിപ്പയർ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നത് കളിമണ്ണിലാണ്. ഓക്കെ, ബേക്ക്ഡ് ക്ലേ കൊണ്ടാണ് അവർ ആദ്യത്തെ മാപ്പ് പ്രിപ്പയർ ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് അവർ ആ മാപ്പ് പ്രിപ്പയർ ചെയ്തത്. ഇനി ഈ മാപ്പാണ് ഓൾഡസ്റ്റ് മാപ്പ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഏറ്റവും പഴക്കമുള്ള മാപ്പ്. അപ്പൊ നമ്മളോട് ചോദിക്കും ഏത് സംസ്കാരത്തിലാണ് ആദ്യമായിട്ട് മാപ്പ് ഉണ്ടാക്കിയത്? ഏത് സംസ്കാരത്തിലാണ്? മെസ്സപ്പൊട്ടോമിയക്കാരാണ് അത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 5000 വർഷങ്ങൾക്ക് മുൻപ്. അവര് മാപ്പ് ഉണ്ടാക്കിയത് എന്തിലാണ് എന്ന് ചോദിക്കുക. എന്തിലാ അവര് മാപ്പ് ഉണ്ടാക്കിയത്? അവര് ബേക്ക്ഡ് ക്ലേ കൊണ്ടാണ് മാപ്പ് ഉണ്ടാക്കിയത്. അന്നത്തെ മാപ്പില് അവര് ആദ്യമായിട്ട് ഉണ്ടാക്കിയ മാപ്പില് അവര് സ്പെസിഫിക് ലൈൻസും സിമ്പിൾസും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻസും സിമ്പിൾസ് ഒക്കെ അവർ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അടുത്താണ് അനാക്സിമാൻഡർ. ആരാണ് അനാക്സിമാൻഡർ? ആദ്യമായിട്ട് മാപ്പ് പ്രിപ്പയർ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തിയാണ് അനാക്സിമാൻഡർ. ആരാണ് അനാക്സിമാൻഡർ? ആദ്യമായിട്ട് മാപ്പ് പ്രിപ്പയർ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന്റെ മാപ്പ് ഇങ്ങനെയാണ് ഇരുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് മാപ്പ് ഉണ്ടാക്കിയത് ലെതറിലും ബ്രോൺസ് പ്ലേറ്റിലൊക്കെയാണ്. അദ്ദേഹം മാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ലെതറിലും ബ്രോൺസ് പ്ലേറ്റിലൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ ഓക്കെ. ഇനി മോഡേൺ കാർട്ടോഗ്രഫിയിലോട്ട് വരുമ്പോ, കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? മാപ്പ് മേക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രഫി. എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ? മാപ്പ് മേക്കിംഗ് പ്രോസസ് ആണ് കാർട്ടോഗ്രഫി. അപ്പോ മാപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്ത് വിളിക്കും? മാപ്പ് മേക്കിംഗ് ആണ് കാർട്ടോഗ്രഫി. എങ്കിൽ മാപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? അവരെ നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കും. അവരെ നമ്മൾ എന്ത് വിളിക്കും? കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കും. മാപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ കാർട്ടോഗ്രാഫർ ആണ്. മാപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാർട്ടോഗ്രഫി ആണ്. അപ്പൊ ഫസ്റ്റ് കാർട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. അപ്പൊ മാറിപ്പോരുന്നത് അനാക്സിമാൻഡർ ആണ് ആദ്യമായിട്ട് മാപ്പ് ഉണ്ടാക്കി എന്ന് കരുതപ്പെടുന്ന വ്യക്തി. പക്ഷെ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി എന്നറിയപ്പെടുന്നത് അത് മെർക്കാറ്റർ ആണ്. ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. ഇനി അടുത്ത ആളാണ് എബ്രഹാം ഓർട്ടീലിയസ്. ആരാണ് എബ്രഹാം ഓർട്ടീലിയസ്? എബ്രഹാം ഓർട്ടീലിയസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അറ്റ്ലസ് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന വ്യക്തി. എബ്രഹാം ഓർട്ടീലിയസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പറഞ്ഞപ്പോ ആദ്യമായിട്ട് കോണ്ടിനെന്റുകൾ തമ്മിലുള്ള മാച്ച് പറഞ്ഞ വ്യക്തി അബ്രഹാം ഓർട്ടീലിയസ്. അത് വെഗ്നർ അല്ല. ആദ്യമായിട്ട് കോണ്ടിനെന്റുകൾ തമ്മിൽ നല്ലൊരു മാച്ച് ഉണ്ടാവും എന്ന് അനുമാനിച്ച വ്യക്തി അബ്രഹാം ഓർട്ടീലിയസ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റിയത്? കാരണം അദ്ദേഹം അറ്റ്ലസ് ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആദ്യമായിട്ട് അറ്റ്ലസ് ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന് കോണ്ടിനെന്റുകളുടെ ഷേപ്പ് ഒക്കെ അറിയാം. അത് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് എല്ലാ കോണ്ടിനെന്റുകളും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന്. അപ്പൊ എന്താണ് കാർട്ടോഗ്രഫി? ഈ കാർട്ടോഗ്രഫി എന്ന് പറയുന്ന വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്ന് വരുന്നതാണ്? അത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ്. ഫ്രഞ്ച് വേർഡ് ആണ്. കാർട്ടെ എന്ന് പറഞ്ഞാൽ മാപ്പ് എന്നാണ് അർത്ഥം. ഗ്രഫി എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് എന്നാണ് അർത്ഥം. അപ്പോ കാർട്ടെ എന്ന് പറഞ്ഞാൽ മാപ്പ് എന്നാണ് അർത്ഥം. ഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് എന്നാണ് അർത്ഥം. അപ്പൊ കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതായത് മാപ്പ് മേക്കിംഗ്. അതാണ് ആ വേർഡിന്റെ അർത്ഥം, മാപ്പ് മേക്കിംഗ്. അത് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് കാർട്ടോഗ്രാഫർ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി 3 ടൈപ്പ് സംഭവങ്ങളാണ്: സ്കെച്ച്, പ്ലാൻ, മാപ്പ്. എന്താ സ്കെച്ച് എന്ന് പറയുന്നത്? സ്കെച്ച് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മെഷർമെന്റ്, മെഷർമെന്റുകളൊന്നും എടുക്കാതെ ഉണ്ടാക്കുന്ന സംഭവമാണ് സ്കെച്ച്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്കെച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് സ്കെച്ച്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങാം, അവിടെ ഒരു അമ്പലം ഉണ്ട്, ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ അവിടെ കാണുന്ന ഫസ്റ്റ് ലെഫ്റ്റിലോട്ടുള്ള വഴി, ആ ലെഫ്റ്റിലോട്ടുള്ള വഴി തിരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ 4ാമത്തെ വീടാണ് എന്റേതൊക്കെ പറയും.
അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് സ്കെച്ച് എന്ന് പറയുന്നത്. പക്ഷെ സ്കെച്ചിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, മെഷർമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇടത്തില്ല, ഡയറക്ഷൻസും കാര്യങ്ങളോ ഒന്നും ഇടത്തില്ല. നമ്മൾ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകും. ഇനി അടുത്താണ് പ്ലാൻ. എന്താണ് പ്ലാൻ എന്ന് പറയുന്നത്? നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്ലാൻ വരച്ചിട്ടൊക്കെ വരാറുണ്ട് അല്ലെ? പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന സാധനമാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് പ്ലാനിൽ കൃത്യമായിട്ട് ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. കാരണം വീടിന്റെ ദർശനം കിഴക്കോട്ടാണോ വടക്കോട്ടാണോ തെക്കോട്ടാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഡയറക്ഷൻ വേണം, ഡയറക്ഷൻസ് ഉണ്ടാവും, ലൊക്കേഷൻസ് ഉണ്ടാവും, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുണ്ടാവും, സ്കെയിൽ ഉണ്ടാവും. അതായത് ഒരു 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 ഫീറ്റ് എത്ര, ചിലപ്പോ ഒരു 5 ഫീറ്റ് ആയിരിക്കും 1 സെന്റിമീറ്റർ ആയിട്ട് അതിൽ കാണിച്ചേക്കുന്നത്, ചിലപ്പോൾ 10 ഫീറ്റ് ആയിരിക്കും 1 സെന്റിമീറ്റർ ആയിട്ട് അതിൽ കാണിച്ചേക്കുന്നത്. അപ്പൊ അതിനുള്ള മെഷർമെന്റ്സ് ഉണ്ട്, ലൊക്കേഷൻ ഡീറ്റെയിൽ ഉണ്ട്, സ്കെയിൽസ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അടുത്താണ് മാപ്പ്. മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മാപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ഇലസ്ട്രേഷൻ ഓഫ് എ ഏരിയ. ലാർജർ ഏരിയാസിന്റെ ക്ലിയർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇലസ്ട്രേഷൻ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ക്ലിയർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇലിസ്ട്രേഷൻ. അവിടെയും മാപ്പിലും പ്ലാനിലെ പോലെ തന്നെ ഡയറക്ഷൻ ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, സ്കെയിൽ ഉണ്ട്, മെഷർമെന്റ്സ് ഉണ്ട്, എല്ലാം തന്നെ നമ്മുടെ മാപ്പിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്കെച്ചിൽ മാത്രമാണ് ഇതൊന്നും ഇല്ലാത്തത്. പ്ലാനിലും മാപ്പിലും രണ്ടിലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ മാപ്പിന്റെ ഒരു പ്രത്യേകത, പ്ലാൻ എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ സ്ഥലത്തെയാണ് കാണിക്കുക. പ്ലാൻ എപ്പോഴും നമ്മൾ വരയ്ക്കുന്നത് വീടുകൾക്കും ബിൽഡിങ്സിനൊക്കെ, കാരണം ഇറ്റ് റെപ്രസെന്റ്സ് എ സ്മോൾ ഏരിയ. പക്ഷെ മാപ്പ് അങ്ങനെയല്ല, മാപ്പ് ഒരു ലാർജർ ഏരിയനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാപ്പ് ഒരു ലാർജർ ഏരിയനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മാപ്പ്. ഒരു മാപ്പിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഒരു മാപ്പിൽ എന്തൊക്കെ വേണം? മാപ്പിൽ വേണ്ട സാധനം ടൈറ്റിൽ. ആദ്യം നമ്മൾ ഒരു മാപ്പ് എടുക്കുമ്പോൾ ആ മാപ്പ് എന്തിന്റെ മാപ്പാണ്, അതിന്റെ ഒരു ടൈറ്റിൽ വേണം. ദെൻ സ്കെയില്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു, അതായത് ആ മാപ്പിൽ റിയലിസ്റ്റിക്കലി 10 കിലോമീറ്റർ ആ മാപ്പിൽ എത്ര സെന്റിമീറ്ററാ, അല്ലെങ്കിൽ റിയലിസ്റ്റിക്കലി 5 കിലോമീറ്റർ എത്രയാണ് ആ മാപ്പിൽ, അതന്നെയാണ് സ്കെയിൽ എന്ന് പറയുക. സ്കെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന തോന്നിയ പോലെ വരച്ചു വെക്കാൻ പറ്റില്ല. റിയലിസ്റ്റിക്കലി ഉള്ളതിന് ആനുപാതികമായിട്ടാണ് വരച്ച് മാപ്പ് തയ്യാറാക്കുന്നത്. അപ്പൊ അതിനൊരു സ്കെയിൽ വേണം. പിന്നെ ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ വരച്ചിട്ടുണ്ടാവും. പിന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്. എന്തിനാ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വേണ്ടത്? കാരണം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വേണ്ടത് ആ സ്ഥലം ഗ്ലോബിൽ എവിടെ വരും എന്നറിയാനാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. ദെൻ കൺവെൻഷണൽ സിംബൽസ് വേണം. അതിന് കൺവെൻഷണൽ സിംബൽസ് ഉപയോഗിക്കുന്നത്, നമുക്കൊരിക്കലും ഈ കാടും പുഴകളും ഇതൊന്നും വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ സിംബൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ കളേഴ്സ്, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യണം. ഇനി ഇതൊക്കെ ഈ കളേഴ്സും ഈ സിംബൽസും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡെക്സിൽ പോയി നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വേണ്ടത്. എന്തൊക്കെയാണ്? ടൈറ്റില്, സ്കെയില്, ഡയറക്ഷൻ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, കൺവെൻഷണൽ സിംബൽസ്, കളേഴ്സ്, ഇൻഡെക്സ്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ ടൈറ്റിൽ എന്താണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു മാപ്പ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതാണ് ടൈറ്റിലിൽ കൊടുക്കുക. സ്കെയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റിയലിസ്റ്റിക്കലി, അതായത് ആനുപാതികമായിട്ട് എഴുതുക, അതാണ് ശരിക്കും പറഞ്ഞാൽ സ്കെയിൽ എന്ന് പറയുന്നത്. റിയലിസ്റ്റിക്കലി 10 കിലോമീറ്റർ, സ്കെയിലിൽ 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ സ്കെയിലിൽ മാപ്പിൽ 2 സെന്റിമീറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റിയലിസ്റ്റിക്കലി അത് 2 കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. ഇനി നമ്മളോട് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ്. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് എന്ന് പറയുന്നത്? ടൈപ്സ് ഓഫ് സ്കെയിലും 3 തരം സ്കെയിലുകൾ ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്, 2 റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ്, 3 ഗ്രാഫിക്കൽ മെത്തേഡ്. 3 സ്കെയിലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് ജോഗ്രഫിക്കൽ മെത്തേഡ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറയുന്നത് 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 കിലോമീറ്റർ. അല്ലെങ്കിൽ അതായത് 1 സെന്റിമീറ്റർ എന്ന് മാപ്പിൽ കാണിച്ചിരിക്കുന്നത് റിയലിസ്റ്റിക്കലി 10 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ 1 സെന്റിമീറ്റർ ഒരു 100 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ പറയും 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടു 10 കിലോമീറ്റർ, അങ്ങനെ കാണിക്കും. ഇനി റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ഉണ്ട്. എന്താണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? അതായത് 1 സെന്റിമീറ്റർ, ഓക്കെ, 1 സെന്റിമീറ്റർ ചിലപ്പോ റിയലിസ്റ്റിക്കലി 10 lakhs സെന്റിമീറ്റർ ആയിരിക്കും, 10 ലക്ഷം സെന്റിമീറ്റർ ആയിരിക്കും റിയലിസ്റ്റിക്കലി. അപ്പൊ അത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നതിനെയാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയാം. 1 സെന്റിമീറ്റർ റിയലിസ്റ്റിക്കലി 10 lakh സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ഇവിടെ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിലിങ്ങനെ ഇന്റർവെൽസ് ആയിട്ട് 1 സെന്റിമീറ്റർ 5 കിലോമീറ്റർ എന്നുള്ള ഇന്റർവെല്ലിൽ വരച്ചു വെച്ചേക്കുന്നത്. ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ 3 സ്കെയിലുകളാണ് ഉള്ളത്. ഏതൊക്കെ സ്കെയിലുകളാണ് ഉള്ളത്? സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്, അതിൽ നമ്മൾ
സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയും. രണ്ടാമത്തെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ്, അതിൽ 1 സെന്റിമീറ്റർ റിയലിസ്റ്റിക്കലി എത്ര സെന്റിമീറ്റർ ആണെന്ന് എഴുതും. ദെൻ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ആണ്. എന്തൊക്കെ മെഷർമെന്റ് യൂണിറ്റുകളാണ് ഉള്ളത്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ മാപ്പ് ആദ്യമായിട്ട് തയ്യാറാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ അവർ തയ്യാറാക്കിയപ്പോൾ അവർ ഉപയോഗിച്ച യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഇഞ്ച്, മൈല്, ഫർലോങ് പോലുള്ള യൂണിറ്റുകളാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് മെഷർമെന്റ് എന്ന്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് മെഷർമെന്റ്. ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് മെഷർമെന്റ് എന്നാണ് അതിനെ വിളിക്കുക. അതിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഇഞ്ച്, മൈല്, ഫർലോങ് ഒക്കെയാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയതിനു ശേഷം ഇന്ത്യക്കാരുടേതായ യൂണിറ്റ് ഉപയോഗിച്ചു തുടങ്ങി. നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് എന്താ? സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഒക്കെയാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവര് കൊണ്ടുവന്നതാണ് ബ്രിട്ടീഷ് സിസ്റ്റം. പക്ഷെ ഇപ്പോ അവർ പോയതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്ന സിസ്റ്റമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു മാപ്പിൽ ഡിസ്റ്റൻസ് അളക്കുന്നത്? പല രീതിയിൽ നമുക്ക് മാപ്പിൽ ഡിസ്റ്റൻസ് അളക്കാം. ഒന്ന് റൂളർ ഉപയോഗിച്ച്, റൂളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെയിലില്ലേ, സ്കെയിൽ ഉപയോഗിച്ച്. ഇപ്പൊ നേരെയുള്ള ബോഡീസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീളം അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണെങ്കിലോ നമ്മൾ എങ്ങനെ അതിന്റെ നീളം അളക്കും? അതിന്റെ നീളം അളക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പഴയ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ ഒരു ത്രെഡ് എടുക്കുക, ഒരു നൂല് എടുക്കുക, ആ നൂല് ഇതിന്റെ മേളിൽ ഇങ്ങനെ വെച്ച് നോക്കുക, ആ നൂല് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പൊ നൂല് അതിന്റെ മേളിൽ വെച്ച് നോക്കിയിട്ട് പിന്നെ ആ നൂല് നിവർത്തി സ്കെയിലിൽ അളന്ന് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊന്നും പോരാത്തതിന് നമ്മളിപ്പോ പുതിയ കുറച്ച് ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഉപകരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ മാപ്പിങ്ങിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഒരു സെക്കൻഡ്, ഞാൻ അതൊന്ന് എടുത്തോട്ടെ. അവിടെ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഒപ്പിസോമീറ്ററും പ്ലാനിമീറ്ററും. അപ്പൊ ഇത് ഒരു PSC ക്വസ്റ്റ്യൻ ആയിരിക്കും. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരാൻ വളരെ ചാൻസ് ഉണ്ട്. ഒപ്പിസോമീറ്ററും റോട്ടാമീറ്ററുമാണ് ഡിസ്റ്റൻസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടോ, ഇതുപോലത്തെ ഒരു ഉപകരണമാണ് ഒപ്പിസോമീറ്റർ അല്ലെങ്കിൽ പ്ലാനിമീറ്റർ എന്ന് പറയുന്നത്. ഈ ഉപകരണത്തിന്റെ പ്രത്യേകത എന്താ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ താഴെയായിട്ട് നിങ്ങൾ നോക്കിയ പോയിന്റ് പോലത്തെ ഒരു സാധനമുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു മീറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഒരു റിവർ ഉണ്ടെങ്കിൽ നമ്മൾ ആ റിവറിന്റെ മുകളിൽ കൂടെ ഈ മീറ്റർ ഇങ്ങനെ കൈ ഓടിച്ചാൽ മതി, ഈ ഫിഗറിൽ കാണുന്ന പോലെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഈ സൂചി കിടന്ന് കറങ്ങും. ഈ സൂചി കിടന്ന് കറങ്ങുന്നതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് അത് മാർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇതാണ് ഒപ്പിസോമീറ്റർ, റോട്ടാമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ എന്തിനു വേണ്ടി അളക്കുന്നത്? ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ മാപ്പിൽ ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഒപ്പിസോമീറ്ററും റോട്ടാമീറ്ററും. ഇനി ഇവിടെ വരുന്ന വേറൊരു ഉപകരണമാണ് ആക്ച്വലി പ്ലാനിമീറ്റർ. പക്ഷെ പ്ലാനിമീറ്റർ ഏരിയ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഫിഗറിലെ സംഭവമാണ് പ്ലാനിമീറ്റർ. ഇത് ഏരിയ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. ഇനി വേറൊരു ഉപകരണമുണ്ട്, അതിന്റെ പേര് തിയോഡോലൈറ്റ് എന്നാണ്. തിയോഡോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പൊ ഈ ഉപകരണങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഒപ്പിസോമീറ്ററും റോട്ടാമീറ്ററും അത് രണ്ടും ഡിസ്റ്റൻസ് അളക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലാനിമീറ്റർ ഏരിയ അളക്കാനാണ് ഉപയോഗിക്കുന്നത്. തിയോഡോലൈറ്റ് ഹൈറ്റ് അളക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് ഇരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നീളം അളക്കുന്നത് എന്ന് കണ്ടു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം 4 കാർഡിനൽ ഡയറക്ഷൻസ് ഉണ്ട്. കാർഡിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 4 മേജർ ഡയറക്ഷൻസ്. ഏതൊക്കെയാണ് 4 മേജർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ കാണാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇതാണ് 4 മേജർ ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ മേജർ ഡയറക്ഷൻസിന്റെയും ഇടയിൽ വേറെ ഡയറക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് വെസ്റ്റ്, നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് സൗത്ത് വെസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് സൗത്ത് ഈസ്റ്റ്. അപ്പൊ എങ്ങനെയാണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പൊ ഇതില് നോർത്ത് വെസ്റ്റ്, ഈ സൈഡിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റ്, ഈ സൈഡിലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്, ഈ സൈഡിലാണെങ്കിൽ സൗത്ത് വെസ്റ്റ്. അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള ഡയറക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഈ ഡയറക്ഷൻസ് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാഗ്നറ്റിക് കോമ്പസ്. ഡയറക്ഷൻസ് അളക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് മാഗ്നറ്റിക്
കോമ്പസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം അതാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിൽ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് ലാറ്റിറ്റ്യൂഡുകൾ ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ വേറെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താ ലാറ്റിറ്റ്യൂഡ് എന്താ ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാപ്പിൽ എന്തിനാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിക്കുന്നത്? ഒരു സ്ഥലത്തിന്റെ പ്രിസൈസ് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ലാറ്റിറ്റ്യൂഡ് മാത്രം തന്നാൽ ഒരു സ്ഥലം ഗ്ലോബിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ലോഞ്ചിറ്റ്യൂഡ് മാത്രം തന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. രണ്ടും കിട്ടണം. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ആ കറക്റ്റ് സംഭവത്തിന്റെ ലൊക്കേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു മാപ്പിൽ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ്. എന്നോർത്ത് നിങ്ങൾക്ക് നാളെ തോന്നുന്ന ഒരു സൈനും സിമ്പിളും വരച്ചു വെച്ചാൽ അവർ അംഗീകരിക്കൂല. ലോകം മൊത്തം ഒരുപോലെ അംഗീകരിച്ചിരിക്കുന്ന കുറച്ച് സൈൻസും സിമ്പിൾസും കളേഴ്സും ഉണ്ട്. അതാണ് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ്. അപ്പൊ അത് നോക്കുന്നതിന് മുമ്പ് കുറച്ച് കളറുകൾ പരിചയപ്പെടാം. അപ്പൊ ആദ്യത്തെ ഗ്രീൻ കളർ ആണ്. ഒരു മാപ്പില് ഗ്രീൻ കളർ കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മാപ്പിൽ ഗ്രീൻ കളർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് നാച്ചുറൽ വെജിറ്റേഷൻ ആണ് എന്നാണ്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അതൊരു ഫോറസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഗ്രാസ് ലാൻഡ് ആയിരിക്കാം. അതൊരു ഫോറസ്റ്റോ ഗ്രാസ് ലാൻഡോ ആയിരിക്കാം. അതാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി യെല്ലോ കളർ ആണെങ്കിൽ ഫാം ലാൻഡ് ആയിരിക്കും, അഗ്രികൾച്ചറൽ ഏരിയാസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, യെല്ലോ എന്ന് പറയുമ്പോൾ നല്ല നല്ല വിളവെടുത്ത് വെക്കുന്ന പാടം. നല്ല വിളവെടുത്ത് വെക്കുന്ന പാടത്തിന്റെ കളർ എന്താ? നല്ല മഞ്ഞ കളർ ആയിരിക്കും, ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും. കാരണം കതിരൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പൊ ഫാം ലാൻഡ്സ് ആണ് യെല്ലോ കളർ. ഗ്രീൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ അറിയാം, ഫോറസ്റ്റും ഗ്രാസ് ലാൻഡും ആണ്. ഇനി റെഡ് ആണെങ്കിൽ റോഡും വീടും. അപ്പൊ റെഡ് എന്നല്ലേ നമ്മൾ പറയും, ഇങ്ങനെ പറയാം റെഡ് എന്ന് പറയുമ്പോൾ റോഡ്. ഓക്കെ, റോഡ് അതുപോലെ തന്നെ വീട്. റോഡ് വീടാണ് റെഡ് കളർ. ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾക്ക് നമ്മൾ ബ്ലാക്ക് കളർ ഉപയോഗിക്കുന്നുണ്ട്. റെയിൽവേ ലൈൻ കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ടെലഫോൺ ലൈൻസ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, റെയിൽവേ ലൈൻ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടെലഫോൺ ലൈൻസ്. ഓക്കെ, ഇനി റോഡ് വീട് കൂടാതെ ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ഗ്രിഡ്. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്, ആരോ കമന്റിൽ ഇട്ടുണ്ടായി. റോഡ്, വീട്, ഗ്രിഡ്, 3 സാധനങ്ങളാണ് റെഡിൽ കാണിക്കുക. ഇനി ബ്ലൂ ആണെങ്കിൽ വാട്ടർ ബോഡീസ്, വെള്ളമുള്ള വാട്ടർ ബോഡീസ് ആണ്. അപ്പൊ നമ്മളോട് ചോദിക്കും വെള്ളമില്ലാത്ത വാട്ടർ ബോഡി ആണെങ്കിലോ, ഡ്രൈഡ് വാട്ടർ ബോഡി ആണെങ്കിലോ? ഡ്രൈഡ് വാട്ടർ ബോഡി ബ്ലാക്ക് കളർ കൊണ്ടാണ് കാണിക്കുക. ഡ്രൈഡ് വാട്ടർ ബോഡി, ഉണങ്ങിപ്പോയ ജലാശയങ്ങളെ കറുപ്പ കളർ കൊണ്ടാണ് കാണിക്കുക. വെള്ളമുള്ള വാട്ടർ ബോഡീസ്, പുഴകള്, അരുവികള്, അതുപോലെ തന്നെ എന്താ ലേക്കുകള്, കുളങ്ങള്, തടാകങ്ങള് എല്ലാം ബ്ലൂ കളറിലാണ് കാണിക്കുന്നത്, വെള്ളമുള്ളത്. ഇനി അടുത്താണ് ബ്രൗൺ കളർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ബ്രൗൺ കളർ റോക്ക് ഔട്ട് ക്രോപ്സ്, റോക്സ് കാണിക്കാൻ, സാൻഡ് ഡ്യൂൺസ് മണൽക്കൂനകൾ കാണിക്കാൻ, ഹിൽ റേഞ്ചസ് കാണിക്കാൻ. ബ്രൗൺ കളർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റോക്ക് ഔട്ട് ക്രോപ്പുകള്, സാൻഡ് ഡ്യൂണ്, ഹില്ല് ഒക്കെ കാണിക്കാനായിട്ട്. ഇനി സിമ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കളർ ഇനി ബാക്കിയുള്ള കളർ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്തതാണ് നമ്മുടെ സിമ്പിൾസിൽ 2 ചുമന്ന വര, അത് കാണിക്കുന്നത് മെറ്റൽഡ് റോഡാണ്. റോഡിൽ തന്നെ മെറ്റൽഡ് റോഡും നോൺ മെറ്റൽഡ് റോഡും ഉണ്ട്. അപ്പൊ മെറ്റൽഡ് റോഡ് കാണിക്കാനാണ് 2 റെഡ് കളറിലെ വര ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ ഒന്നിടവിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അത് റെയിൽവേ ലൈൻ ആണ്. ഒന്നിടവിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അത് റെയിൽവേ ലൈൻ ആണ്. ഇനി നീല കളറിലെ ഒരു സിമ്പിൾ വര നീല കളറില, അത് സ്ട്രീം ആണ്. സ്ട്രീം എന്ന് പറഞ്ഞാൽ നദി ആവുന്നതിന് മുൻപുള്ള സ്റ്റേജ് ആണ്. നദി ആവുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. ഇനി ഈ സ്ട്രീം ഒരു റിവറുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റിവർ എന്ന് പറയുന്നത്. റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വൈ ആയിട്ട് കാണിക്കുക, അതായത് ഒരു സ്ട്രീം വന്ന് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അതാണ് റിവർ എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചർച്ച് നിങ്ങൾക്ക് കാണാം, ചർച്ചിന്റെ മുകളിൽ ഒരു കുരിശുണ്ടാവും. ആ കുരിശ് കണ്ടാൽ ചർച്ചാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സ്ലോപ്പിംഗ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് ടെമ്പിൾ ആണ്. ഒരു വീട് പോലത്തെ സ്ട്രക്ചർ, അതിന്റെ മുകൾ ഭാഗം സ്ലോപ്പിംഗ് ആണെങ്കിൽ അത് ടെമ്പിൾ ആണ്. ഇനി മുകൾ ഭാഗം ഇങ്ങനെ ഡോം ഷേപ്പ് ആണെങ്കിൽ,
ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അത് മോസ്ക് ആണ്. കാരണം മോസ്കിന്റെ ഉള്ളിൽ നമുക്കറിയാം മിനാരങ്ങൾ, അപ്പൊ മോസ്ക് ആണ് അത്. അപ്പൊ ക്രോസ്, കുരിശാണെങ്കിൽ ചർച്ചാണ്, സ്ലോപ്പിംഗ് ആണെങ്കിൽ ടെമ്പിൾ ആണ്, ഇനി സെമി സർക്കിൾ ഒക്കെ പോലെ ഇരിക്കുന്നെങ്കിൽ മോസ്ക് ആണ്. ഇനി സെറ്റിൽമെന്റ്, വീടുകൾ. വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്, ചുമന്ന ചുമന്ന ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ചുമന്ന ചുമന്ന ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന സംഭവമാണ് എന്ത്, സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഇനി PO പോസ്റ്റ് ഓഫീസ് ആണ്. PO പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ PS പോലീസ് സ്റ്റേഷൻ. PO പോസ്റ്റ് ഓഫീസ് ആണ്, PS പോലീസ് സ്റ്റേഷൻ ആണ്. ഇനി നമ്മൾ ഇവിടേക്ക് നോക്കിയാൽ കിണർ കാണാം, കണ്ട. കിണർ നമ്മളുടെ വീട്ടിലൊക്കെ എപ്പോഴും കിണർ കുത്തുമ്പോൾ വട്ടത്തിലാണ് കുത്തുന്നത്. അപ്പൊ വട്ടത്തില് അല്ലെങ്കിൽ റൗണ്ടില് ഉള്ള യെല്ലോ അല്ല ബ്ലൂ കളറിലെ സംഭവമാണെങ്കിൽ അത് കിണറാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, പ്രത്യേകിച്ച് ഷെയ്പ്പ് ഒന്നും ഇല്ലാത്ത ഒരു ബ്ലൂ കളർ ആണെങ്കിൽ അത് പോണ്ടാണ്. പ്രത്യേകിച്ച് ഷെയ്പ്പ് ഒന്നും ഇല്ലെങ്കിൽ അത് കുളമാണ്. ഇനി കറക്റ്റ് വട്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് കിണറാണ്. ഇനി ട്രയാങ്കിൾ ആകൃതിയാണെന്ന് വിചാരിക്കുക, ട്രയാങ്കിൾ ആണെങ്കിൽ അത് ട്യൂബ് വെല്ലാണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്യൂബ് വെല്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, വട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് കിണറാണ്. ഇനി അത് ഇങ്ങനെ പല പല ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് പോണ്ടാണ്. ഈ ട്രയാങ്കിൾ ആണെങ്കിൽ അത് ട്യൂബ് വെല്ല് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഫോർട്ട് ആണെങ്കിൽ കണ്ട 4 സൈഡിൽ ഇങ്ങനെ മിനാരങ്ങൾ പോലെ അതുണ്ടാവും. 4 സൈഡിലും ടവർ ഉള്ള സാധനം, അതാണ് ഫോർട്ട് എന്ന് പറയുന്നത്. ഇനി ബ്രിഡ്ജ് ആണെങ്കിൽ കണക്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടാവും, കണ്ട. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണക്ഷൻ പോലെ ഇട്ടിട്ടുണ്ട്, കണ്ട. ഈ രണ്ടറ്റത്തും കണക്ഷൻ വയേഴ്സ് പോലെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഗ്രേവ് യാർഡ് ആണെങ്കിൽ ഇങ്ങനെ മൊട്ടക്കുന്നുകൾ പോലെ, ഇതാണ് ഗ്രേവ് യാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട സിമ്പലുകൾ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താ, മെറ്റൽഡ് റോഡ് ആണെങ്കിൽ റെഡ് കളറിലെ 2 വര. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നര വിട്ടാണെങ്കിൽ റെയിൽവേ ലൈൻ. ബ്ലൂ കളറിലെ ഒറ്റ വരയാണ് ഈ സ്ട്രീം. ആ ബ്ലൂ കളറിലെ വര ഒരു എന്താ വേറൊരു ഡാർക്ക് ബ്ലൂ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അത്, അല്ല തിക്ക് ബ്ലൂ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അത് റിവർ ആണ്. ഡാർക്ക് ബ്ലൂ അല്ലാട്ടോ, തിക്ക് ബ്ലൂ. പിന്നെ കുരിശുണ്ടെങ്കിൽ ചർച്ചാണ്. സ്ലാൻഡിങ് റൂഫ് ആണെങ്കിൽ ടെമ്പിൾ ആണ്. റൗണ്ടഡ് റൂഫ് ആണെങ്കിൽ മോസ്ക് ആണ്. ഇനി അതുപോലെ തന്നെ ഓരോരോ ഗ്രിഡ് ടൈപ്പ് ആണെങ്കിൽ സെറ്റിൽമെന്റ് ആണ്. PO പോസ്റ്റ് ഓഫീസ് ആണ്. PS പോലീസ് സ്റ്റേഷൻ ആണ്. പിന്നെ റൗണ്ടിലുള്ളത് വെല്ലാണ്, കിണറാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആണ് ഈ പോണ്ട് ആണ്. ദെൻ ട്രയാങ്കിള് ട്യൂബ് ആണ്. ഇത് ഗ്രേവ് യാർഡ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി എവിടെയൊക്കെയാണ് മാപ്പ് ഉപയോഗിക്കുന്നത്? മാപ്പ് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സംശയവും വേണ്ട, തന്നിരിക്കുന്ന എല്ലാ കേസിലും നമുക്ക് മാപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും. മാപ്പ് എന്ന് പറയുന്ന സാധനം ഒരുപാട് മേഖലയിൽ ഉപയോഗിക്കുന്നതാ. ജോഗ്രഫി പഠിക്കാൻ മാത്രമല്ല, ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കും. ഡിഫൻസ് സോൾജിയേഴ്സ് എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴികൾ, ഇതൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കും. ടൂറിസത്തിന് ഉപയോഗിക്കും, ലൊക്കേഷനും കാര്യങ്ങളും കണ്ടുപിടിക്കുക. അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കും. അഡ്മിനിസ്ട്രേഷൻ മാപ്പ് ഉപയോഗിക്കുന്നതിന് ബൗണ്ടറീസ് നിശ്ചയിക്കുക. ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഉപയോഗിക്കും. ഇൻഡസ്ട്രീസിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. ഇപ്പൊ നമുക്കറിയാം, മാപ്പ് നോക്കിയിട്ട് മിനറൽസും ട്രാൻസ്പോർട്ടേഷനും വാട്ടറും എല്ലാം ഉള്ള സ്ഥലത്താണ് ഇൻഡസ്ട്രീസ് സെറ്റ് ചെയ്യുക. അപ്പൊ ഇൻഡസ്ട്രീസിന് ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യും. ഇപ്പൊ പഴയ ഇന്ത്യയുടെ മാപ്പും പുതിയ ഇന്ത്യയുടെ മാപ്പും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഹിസ്റ്റോറിയൻസ് ഒരു രാജ്യത്ത് നിന്ന് ചേഞ്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കും. പൈലറ്റ്സ് ഉപയോഗിക്കും എയർ റൂട്ട് കണ്ടുപിടിക്കാൻ, നാവിഗേഷൻ യാത്ര ചെയ്യാനുള്ള വർക്കിന് ഉപയോഗിക്കും. അപ്പൊ എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് മാപ്പ്, ഓരോ മാപ്പും എന്തിനെ യൂസ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാപ്പിനെ പലതായിട്ട് തിരിക്കാം. പൊളിറ്റിക്കൽ മാപ്പ്, അതുപോലെ തന്നെ മിലിറ്ററി മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ്, അസ്ട്രോണോമിക്കൽ മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ്, വെതർ മാപ്പ്. പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ബൗണ്ടറി കാണിക്കുന്നത്. മിലിറ്ററി മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് ഉപയോഗിക്കുന്ന മാപ്പ്. അസ്ട്രോണോമിക്കൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നക്ഷത്ര സമൂഹങ്ങളുടെ പിക്ചർ കാണിക്കുന്ന മാപ്പ്. അത് ഭൂമിയുടെ മാപ്പ് അല്ല, നക്ഷത്ര സമൂഹങ്ങളുടെ പിക്ചർ കാണിക്കുന്ന മാപ്പാണ്. ദെൻ ലാൻഡ് യൂസ് മാപ്സ്, അതായത് ഒരു സ്ഥലത്ത് എങ്ങനെയാണ്, അതായത് എവിടെയൊക്കെ ഫോറസ്റ്റ് ഉണ്ട്, എവിടെയൊക്കെ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്, എവിടെയൊക്കെ ബാരൻ ലാൻഡ് ഉണ്ട്, അത് കാണിക്കുന്നതാണ് ലാൻഡ് യൂസ്ഡ് മാപ്പ്. വെതർ മാപ്പ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ കാണിക്കുന്നതാണ് വെതർ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് മാപ്പിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം, ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ മാപ്പ് എന്നും. മാപ്പിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. എന്താണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫിസിക്കൽ മാപ്പിന്റെ പ്രത്യേകത നമ്മുടെ നേച്ചറിന്റെ കാര്യങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ,
ഒരു സ്ഥലത്തെ ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, സോയിൽ ഇതൊക്കെ കാണിക്കുന്നതിന് നാച്ചുറലി ഉള്ള സംഭവങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന മാപ്പാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. നാച്ചുറലി ഉള്ള സംഭവങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന മാപ്പാണ് ഫിസിക്കൽ മാപ്പ്. സോയിൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നാച്ചുറലി കാണുന്ന. അസ്ട്രോണോമിക്കൽ മാപ്പ്, നക്ഷത്ര സമൂഹങ്ങളുടെ മാപ്പാണ് അസ്ട്രോണോമിക്കൽ മാപ്പ്. അതെന്താണ്? അത് നാച്ചുറലി ഉണ്ടാവുന്ന. വെതർ, കാലാവസ്ഥ നാച്ചുറലി ഉണ്ടാവുന്ന. ഫോറസ്റ്റ് നാച്ചുറലി ഉണ്ടാവുന്നതാ. അപ്പൊ നാച്ചുറലി ഉള്ള സംഭവങ്ങളെ കാണിക്കുന്ന മാപ്പാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കൾച്ചറൽ മാപ്പ് എന്താ? കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നതാണ് കൾച്ചറൽ മാപ്പ്. അഗ്രികൾച്ചർ മനുഷ്യൻ ചെയ്യുന്ന കാര്യം. അപ്പൊ അഗ്രികൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ കൃഷി കാണിക്കുന്നത്. റോഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്താ റോഡ് പണിയുന്നത് മനുഷ്യന്മാരാ, അപ്പൊ അത് കാണിക്കുന്ന റോഡ് മാപ്പ്. ഹിസ്റ്റോറിക്കൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹിസ്റ്ററി മനുഷ്യൻ ഉണ്ടാക്കുന്നതാ, ഹിസ്റ്ററി മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതാ. അപ്പൊ മനുഷ്യന്റെ യുദ്ധങ്ങളും ഇൻവേഷൻസ് ഒക്കെയാണ് ഹിസ്റ്റോറിക്കൽ മാപ്പിന് കാരണം. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ കൾച്ചറൽ മാപ്പുകളാണ്. ഇനി അപ്പൊ ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോ കണ്ട ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന സാധനങ്ങൾ കാണിക്കുന്ന. കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഒരു സ്ഥലത്തെ ആൾക്കാരുടെ കൾച്ചർ കാണിക്കുന്ന മാപ്പാ. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ അനുസരിച്ച് നമുക്ക് മാപ്പിനെ രണ്ടായിട്ട് തിരിക്കാം. സ്മോൾ സ്കെയിൽ മാപ്പ് എന്നും ലാർജ് സ്കെയിൽ മാപ്പ് എന്നും. എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ? സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ കാര്യമായ ഡീറ്റെയിൽസ് കാണിക്കില്ല, ലാർജ് സ്കെയിലായിരിക്കും. അതായത് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ ആ വേർഡ് ഉദ്ദേശിക്കുന്നത് മാപ്പ് ചെറുതാണെന്നല്ല, ആ മാപ്പില് വലിയൊരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയി കാണാൻ പറ്റില്ല, മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി കാണാൻ പറ്റാത്ത മാപ്പുകളാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. ഒരു എക്സാമ്പിൾ അറിയാം, നമ്മുടെ അറ്റ്ലസ്. നിങ്ങൾ ഇപ്പൊ അറ്റ്ലസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറ്റ്ലസിൽ ഒരു കോണ്ടിനെന്റ് എടുത്ത് കഴിഞ്ഞാൽ ആ കോണ്ടിനെന്റിലെ എല്ലാ ഫീച്ചേഴ്സും അവിടെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. കാരണം എന്താ? അത് ഒരു വലിയൊരു ലാർജ് ഏരിയനെ കവർ ചെയ്യുന്ന മാപ്പാ. അങ്ങനെ ഒരു മാപ്പില് വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറഞ്ഞ ഡീറ്റെയിൽസ് ഉള്ള മാപ്പാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. അപ്പൊ അതിന് എക്സാമ്പിൾ എന്താണ് എന്ന് PSC ചോദിക്കും. അതിന് എക്സാമ്പിൾ ആണ് അറ്റ്ലസും വാൾ മാപ്സും. അതുപോലെ ലാർജ് സ്കെയിൽ മാപ്പ് ഉണ്ട്. ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ സ്കെയില് ലാർജാ, അതായത് ആ മാപ്പിലെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയാ. അതിന് എക്സാമ്പിൾ ആണ് കഡസ്ട്രൽ മാപ്പും ടോപ്പോഗ്രഫിക്കൽ മാപ്പും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അറ്റ്ലസിന്റെ മാപ്പുകളാണ്, അത് സ്മോൾ സ്കെയിലാ. ലാർജ് സ്കെയിൽ മാപ്പുകളാണ് കഡസ്ട്രൽ ആൻഡ് ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കഡസ്ട്രൽ മാപ്പ്. കഡസ്ട്രെ എന്ന വേർഡ് ഒരു ഫ്രഞ്ച് വേർഡാണ്. ആ വേർഡിന്റെ അർത്ഥം തന്നെ രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നാ. അതിന്റെ അർത്ഥം തന്നെ രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നാണ്. അപ്പൊ ഈ കഡസ്ട്രൽ മാപ്പിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എന്നിട്ട് വിവരിക്കാം. കഡസ്ട്രൽ മാപ്പിന് എക്സാമ്പിൾ ആണ് വില്ലേജ് മാപ്പ്. കഡസ്ട്രൽ മാപ്പിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വില്ലേജ് മാപ്പ്. നമ്മുടെ വില്ലേജിലൊക്കെ ഇരിക്കുന്ന മാപ്പ്. നമ്മൾ എപ്പോഴാ വില്ലേജിൽ ഇരിക്കുന്ന മാപ്പ് എടുക്കുക? എന്തെങ്കിലും അതിർത്തി തർക്കമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വില്ലേജിൽ പോയി സ്കെച്ച് എടുക്കാറുണ്ട്. അതെന്തുകൊണ്ട് അതിർത്തി തർക്കം നടക്കുമ്പോൾ നമ്മൾ വില്ലേജിൽ പോയി സ്കെച്ച് എടുക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ വില്ലേജിൽ സ്കെച്ചില് ഒരാൾക്ക് എത്ര സെന്റ് ഭൂമിയുണ്ട്, അതിന്റെ അതിരെവിടെയാണ് വരുന്നത്, ആ ഭൂമി ആരുടെ പേരിലാണ് ഇരിക്കുന്നത്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? വില്ലേജ് മാപ്പിന്റെ പ്രത്യേകത എന്താ? അതില് എത്ര ഏരിയ ഉണ്ട്, ഒരാൾക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട്, അതിന്റെ ബൗണ്ടറി എവിടെ വരെയാണ്, അത് ആരുടെ ഓണർഷിപ്പിലാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കഡസ്ട്രൽ മാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ബൗണ്ടറീസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വില്ലേജുകാർ എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു മാപ്പൊക്കെ തയ്യാറാക്കി വെച്ചാണ്? കാരണം ലാൻഡ് ടാക്സ് അസസ് ചെയ്യാനും അതിർത്തി പ്രശ്നങ്ങളിൽ ഓണർഷിപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും. അപ്പൊ ഓർത്തിരിക്കുക, കഡസ്ട്രൽ മാപ്പിന് ഉദാഹരണം വില്ലേജ് മാപ്പാണ്. രജിസ്റ്റർ ഓഫ് പ്രോപ്പർട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അതിന് രണ്ട് ഉപകാരങ്ങളാണ് ഉള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ടാക്സ് അസസ് ചെയ്യാൻ പറ്റും. ഒരു ലാൻഡിൽ നിന്ന് എത്രത്തോളം ടാക്സ് ഈടാക്കണം എന്ന് അസസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഓണർഷിപ്പ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ആണ്. എന്താ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്?
ഇപ്പോ നമ്മളിപ്പോ എറണാകുളം എടുത്തു. ആ എറണാകുളം എന്ന് പറയുന്ന ജില്ലയിലെ നാച്ചുറലും മാൻമെയ്ഡുമായിട്ടുള്ള എല്ലാ സ്ട്രക്ചറുകളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന മാപ്പാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ഇതൊരു ലാർജ് സ്കെയിൽ മാപ്പാണ്. എന്തുകൊണ്ടാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്? എല്ലാത്തിന്റെയും ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി ഈ മാപ്പിൽ എല്ലാത്തിന്റെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ മാപ്പ് വളരെ സൂക്ഷ്മമായി തയ്യാറാക്കുന്ന ഒന്നാണ്. അതായത് ഈ മാപ്പ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലാൻഡ് സർവേസ് നടത്തിയിട്ടാണ് തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഒരു എന്ത് മാപ്പാണ്? ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ടാവും. ഇത് വെറുതെ തയ്യാറാക്കുന്ന മാപ്പല്ല, ഒരു കോംപ്രിഹെൻസീവ് സർവേക്ക് ശേഷം തയ്യാറാക്കുന്നതാണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ടോപ്പോ ഷീറ്റ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ടോപ്പോ ഷീറ്റ് എന്ന് ഉള്ളത്. ഇനി ഞാൻ പറഞ്ഞല്ലോ അവിടെ നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാണാം. ഇപ്പൊ റിവേഴ്സ്, നദികള്, കാടുകള്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡുകള്, ടൗൺസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതൊരു ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പോഗ്രഫിക് മാപ്പിന് വീണ്ടും കുറെ കോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. ആ കോളങ്ങൾക്ക് 1, 2, 3, 4 എന്നൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോളത്തില് ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 42 ആണെന്ന് തോന്നുന്നു. ഇതിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മുകളിലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ 42 എന്ന ഗ്രിഡ് ഓപ്പൺ ചെയ്യാം. ആ 42 എന്ന ഗ്രിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ വീണ്ടും ABCDEFG എന്ന് കാണും. അപ്പോ ഇപ്പൊ ആ ഗ്രിഡ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ A എന്ന് പറയും, ഇപ്പൊ ഈ 43 എന്ന് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഏരിയ ആണെന്ന് വിചാരിക്കുക. അതിന്റെ മാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ള ABCD ആണ്. ഈ ABCD എന്ന് പറയുന്ന ഓരോന്നും ഓരോ സ്ഥലങ്ങളായിരിക്കും. നിങ്ങളിപ്പോ A ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ രാമനാട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് വരും. മനസ്സിലായോ? അതായത് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇൻഫർമേഷൻസ് ആയിട്ട് വെച്ചേക്കെ. നമ്മൾ ഓരോ ബ്ലോക്ക് തുറക്കും തോറും ഈ ഇൻഫർമേഷൻസ് അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ പ്രത്യേകത. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഇങ്ങനെ ഗ്രിഡുകളായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇങ്ങനെ കുറെ ഗ്രിഡുകൾ ചെറിയ ചെറിയ ഈ കോളങ്ങളായിട്ട് വെച്ചാൽ ഈ ഓരോ കോളത്തിന്റെയും ഡീറ്റെയിൽ വേണമെങ്കിൽ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ABCD എന്ന് വരും. അപ്പൊ അതിൽ ഓരോരോ സ്ഥലങ്ങൾ വരും. ആ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ മാപ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പില് ഹൈറ്റുകൾ അല്ലെങ്കിൽ എലവേഷൻസ്, ഉയരങ്ങള് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വരകളുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കും ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ എലവേഷൻസ് അല്ലെങ്കിൽ ഹൈറ്റ് കാണിക്കാൻ ഉപയോഗിക്കുന്ന വരകൾ ഏതൊക്കെ? അപ്പൊ നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഹൈറ്റ് കാണിക്കാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് കോണ്ടൂർ ലൈൻ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആൻഡ് ബെഞ്ച് മാർക്ക്. ഇതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. ഒന്ന് കോണ്ടൂർ ലൈൻ, 2 ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സംഭവങ്ങളാണ് ഹൈറ്റ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? കോണ്ടൂർ ലൈൻ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആൻഡ് ബെഞ്ച് മാർക്ക്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കോണ്ടൂർ ലൈൻ. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഐസോതെർമ്, ഐസോബാർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഐസോതെർം എന്ന് പറഞ്ഞാൽ? ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോതെർം. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ പ്രഷർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോബാർ. ഇതുപോലെ തന്നെ ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് കോണ്ടൂർ ലൈൻസ്. അതായത് ദീസ് ആർ ഇമാജിനറി ലൈൻസ് ജോയിനിങ് ദ പ്ലേസസ് ഹാവിങ് ഈക്വൽ എലവേഷൻ. അപ്പൊ ഇത് നോക്കി വെച്ചോ. അപ്പൊ അവിടെ ഐസോ എന്നുള്ള വേർഡ് ഇല്ല, അവിടെ ഐസോ എന്ന വേർഡ് ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് വേറൊരു വേർഡ് ആണ്. ആ വേർഡ് ഐസോ ഹൈറ്റ് എന്നുള്ളതാണ്. ഐസോ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ നിങ്ങളൊരിക്കലും ഐസോ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ അല്ല, ഇത് ഒരേ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോ ഹൈറ്റ്. അപ്പൊ അതിവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. ഐസോ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടിക്കേറി ഐസോ ഒരുപോലെ,
ഹൈറ്റ് ഉയരം അല്ല മക്കളെ. ഐസോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ഐസോ ഹൈറ്റ്. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ്. ഇനി ഇത് ബ്രൗൺ കളറിലാണ് കാണിക്കുക. ഈ കോണ്ടൂർ ലൈൻസ് ബ്രൗൺ കളറിലാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് കോണ്ടൂർ ലൈൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. അപ്പോൾ ബ്രൗൺ കളറിലെ വരകളാണ് എന്ത് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഈ കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പൊ ആലോചിച്ച് നോക്കുക, കുറെ കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് കാണിക്കുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണ് എന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കോണ്ടൂർ ലൈൻസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലോപ്പ് സ്റ്റീപ്പ് സ്ലോപ്പ് ആണെന്നുള്ളതാണ്. അതേസമയം കോണ്ടൂർ ലൈൻസ് അകന്നകന്നാണ് ഇരിക്കുന്നതെങ്കിൽ അത് കാണിക്കുന്നത് ഗ്രാജുവൽ സ്ലോപ്പ് ആണ് എന്നാണ്. അത് അകന്നകന്നാണെങ്കിൽ അത് ഗ്രാജുവൽ. അപ്പൊ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ് ആണ്. വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ ജെന്റ്ലി സ്ലോപ്ഡ് ആണ്. നോക്കി വെച്ചോ, ഞാൻ പറഞ്ഞല്ലോ കോണ്ടൂർ ലൈൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടാം. അപ്പോ അത് തെറ്റിക്കരുത്. കോണ്ടൂർ ലൈൻസ് ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ്. ബ്രൗൺ കളർ ആണ്. കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? അത് കാണിക്കുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണ്. എന്നാൽ അതേസമയം കോണ്ടൂർ ലൈൻസ് അകന്നകന്നാണ് ഇരിക്കുന്നതെങ്കിൽ അത് കാണിക്കുന്നത് അവിടെ ജെന്റിൽ സ്ലോപ്പ് ആണെന്നുള്ളതാണ്. ഇനി ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാം. ഒരു കോണ്ടൂർ ലൈൻ കണ്ടാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം? ഒരു കോണ്ടൂർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തിന്റെ ഉയരം. കോണ്ടൂർ ലൈൻ കണ്ട 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തിന്റെ ഉയരം. 2, നേച്ചർ ഓഫ് ദി സ്ലോപ്പ്, ആ സ്ലോപ്പ് എങ്ങനെയാണ്, അതായത് കുത്തനെയുള്ള സ്ലോപ്പ് ആണോ അല്ലെങ്കിൽ ജെന്റിൽ സ്ലോപ്പ് ആണോ. ദെൻ ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം, അതെന്ത് ഉദ്ദേശിക്കുന്നത്? ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം, ചില മൗണ്ടൻസ് ഇങ്ങനെയായിരിക്കും, ചില മൗണ്ടൻസ് ഇങ്ങനെയായിരിക്കും, ചില മൗണ്ടൻസ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഓരോ മൗണ്ടന്റെയും ഷേപ്പ് അറിയാനും സഹായിക്കും. അപ്പൊ ഒരു കോണ്ടൂർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അതിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ്. 2, നേച്ചർ ഓഫ് ദി പ്ലേസ്. 3, ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം. ഇനി അടുത്ത ഫോം ലൈൻ ആണ്. എന്താണ് ഫോം ലൈൻ എന്ന് പറഞ്ഞാൽ? ഫോം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വിട്ട് വിട്ട് നിൽക്കുന്ന വരകളെയാണ് ഫോം ലൈൻസ് എന്ന് പറയുന്നത്. ഇതും ബ്രൗൺ കളറിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിച്ച് വരയ്ക്കുന്ന വരകളാണ്. ഫോം ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഹൈറ്റ് ഉള്ള സംഭവങ്ങളെ തമ്മിൽ എന്താ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരകളാണ് ബ്രോക്കൺ ലൈൻസ് ആണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ബ്രോക്കൺ ലൈൻസ് ആയിട്ട് വരയ്ക്കുന്നത്? കാരണം ഇത് റഗ്ഡ് ടെറൈൻസിനെ കാണിക്കാനാണ് ഉപയോഗിക്കുക. റഗ്ഡ് ടെറൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില മൗണ്ടൻസ് ഫോൾഡ് മൗണ്ടൻസ് ആയിരിക്കും. ഫോൾഡ് മൗണ്ടൻസ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കയറി ഇറങ്ങി കയറി ഇറങ്ങി. ഇതിനെയാണ് റഗ്ഡ് ടെറൈൻ എന്ന് പറയുന്നത്. അപ്പൊ റഗ്ഡ് ടെറൈൻസിനെ കാണിക്കാനാണ് ബ്രോക്കൺ ലൈൻസ് ഉപയോഗിക്കുക. അപ്പൊ ഫോം ലൈൻസ് നമ്മൾ പറഞ്ഞു എന്താണ്? റഗ്ഡ് ടെറൈനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ബ്രോക്കൺ ലൈൻസ് ആണ് ഉപയോഗിക്കുന്നത് ബ്രൗൺ കളറിന്. അപ്പൊ എലവേഷൻസ് കാണിക്കാൻ തന്നെയാണ്, പക്ഷെ റഗ്ഡ് ടെറൈന്റെ എലവേഷൻ കാണിക്കാൻ. അടുത്താണ് സ്പോട്ട് ഹൈറ്റ്. എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്? സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു റെഡ് കളർ അല്ല, ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഹൈറ്റ് എഴുതിയിട്ടുണ്ടാവും 8824 meters, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കൊടുത്തിട്ട് 1264 meters എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ, ഇപ്പൊ ഒരു പീക്കിന്റെ, ഇപ്പൊ എന്താ ഒരു മൗണ്ട് എവറസ്റ്റ് അല്ലെങ്കിൽ മൗണ്ട് കാഞ്ചൻജംഗ, അങ്ങനെ ഒരു പർട്ടിക്കുലർ പീക്കിന്റെ ഹൈറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ട് അതിന്റെ എക്സാക്ട് ഹൈറ്റ് മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡോട്ട് കൊടുക്കാതെ ആ സ്ഥലത്തിന്റെ എക്സാക്ട് ഹൈറ്റ് മാർക്ക് ചെയ്യും. ഒന്നില്ലെങ്കിൽ നമ്മൾ ഡോട്ട് കൊടുത്തിട്ട് എക്സാക്ട് ഹൈറ്റ് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡോട്ട് കൊടുക്കാതെ എക്സാക്ട് ഹൈറ്റ് മാർക്ക് ചെയ്യും. അതിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയാ. എന്താ സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒന്നില്ലെങ്കിൽ ഒരു ഡോട്ട് കൊടുത്തിട്ട് ഒരു സ്ഥലത്തിന്റെ എക്സാക്ട് ഹൈറ്റ് കൊടുക്കും, അല്ലെങ്കിൽ സ്പോട്ട് കൊടുക്കാതെ ഒരു സ്ഥലത്തിന്റെ എക്സാക്ട് ഹൈറ്റ് കൊടുക്കും. അതിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയാം. അടുത്ത ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. എന്താ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അവിടെ ഹൈറ്റ് എഴുതും. ഇതും നമ്മൾ കാണാറുണ്ട്. മൗണ്ട് എവറസ്റ്റിന്റെ ഒക്കെ ഹൈറ്റ് ഇങ്ങനെ നമ്മുടെ മാപ്പിൽ കാണിക്കുന്ന ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ട് ഹൈറ്റ് കാണിക്കും. ഇതും എക്സാക്ട് ഹൈറ്റ് ആണ് കാണിക്കുന്നത്. ഈ സ്പോട്ട് ഹൈറ്റിലും അതെ, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റിലും അതെ,
എക്സാക്ട് ഹൈറ്റ് ആണ് കാണിക്കുന്നത്. ഒരു മൗണ്ടന്റെ മൊത്തം ഹൈറ്റ് അല്ല കാണിക്കുന്നത്, ഒരു പീക്കിന്റെ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഹൈറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ട്രയാങ്കിൾ ആയിട്ട് കാണിക്കുന്നത്? ട്രയാങ്കിൾ ആയിട്ട് കാണിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, ഇവിടെ ഹൈറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ട്രിഗണോമെട്രിക് സർവേസ് ഉപയോഗിച്ചിട്ടാണ്. അവരവിടെ ഹൈറ്റ് എടുത്തേക്കുന്നത് എന്തിന്റെ ബേസിസിലാ? ട്രിഗണോമെട്രിക് സർവേസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ട്രയാങ്കിൾ ആയിട്ട് കാണിക്കുക. ഇപ്പൊ സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ട് കാണിക്കും. അപ്പൊ അത് നമ്മൾ ഏത് രീതിയിലും ഹൈറ്റ് മെഷർ ചെയ്തെടുത്തേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണിക്കാം. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഹൈറ്റ് നമ്മൾ ആക്ച്വലി ട്രിഗണോമെട്രിക് സർവേ ഉപയോഗിച്ച് കണ്ടുപിടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ട്രയാങ്കിൾ കൊടുത്തിട്ട് ഹൈറ്റ് കാണിക്കുന്നത്. അടുത്താണ് ബെഞ്ച് മാർക്ക്. ഈ വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബെഞ്ച് മാർക്ക് എന്താണ് ആ വേർഡിന്റെ അർത്ഥം? ബെഞ്ച് മാർക്ക് എന്ന് നമ്മൾ പറയും, ഓക്കെ എന്റെ പരീക്ഷയുടെ ബെഞ്ച് മാർക്ക് ഇത്രയാണ്, അല്ലെങ്കിൽ എന്റെ പഠിക്കുന്ന അവേഴ്സിന്റെ ബെഞ്ച് മാർക്ക് ഇത്രയാണ്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പർട്ടിക്കുലർ ഇത്, ഓക്കെ അതിനാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയാം. അപ്പൊ ബെഞ്ച് മാർക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻസ് വേണ്ട ഏരിയാസിലാണ്. ഇപ്പൊ നമ്മൾ കെട്ടിടങ്ങൾ പണി കഴിപ്പിക്കുമ്പോൾ ഒരു സർട്ടൻ ഹൈറ്റിൽ കൂടുതൽ കെട്ടിടങ്ങൾക്ക് ഹൈറ്റ് വരാൻ പാടില്ല. അല്ലെങ്കിൽ റിസർവോയേഴ്സ്, ഡാംസ് പണി കഴിപ്പിക്കുമ്പോൾ ഒരു സർട്ടൻ ഹൈറ്റിൽ കൂടുതൽ ഹൈറ്റ് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന ഹൈറ്റ് റെസ്ട്രിക്ട് ചെയ്യുന്ന സാധനങ്ങൾ അത് മിക്കവാറും മാൻമെയ്ഡ് തിങ്സ് ആയിരിക്കും. മനസ്സിലായോ? മിക്കവാറും മാൻമെയ്ഡ് തിങ്സ് ആയിരിക്കും. ഹൈറ്റ് റെസ്ട്രിക്ട് ചെയ്യുന്ന സാധനങ്ങളുടെ ഹൈറ്റ് കാണിക്കാനാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയാം. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, റിസർവോയേഴ്സിന്റെയും ബിൽഡിങ്സിന്റെയും ഹൈറ്റ് കാണിക്കാനാണ്, മാൻമെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഹൈറ്റ് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇതിൽ കൂടുതൽ ഹൈറ്റ് പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിനെ BM എന്നിട്ടിട്ടായിരിക്കും എഴുതുക. നമ്മൾ അവിടെ BM എന്നിട്ടിട്ടായിരിക്കും എഴുതുക, ബെഞ്ച് മാർക്ക് എന്നിട്ടിട്ടായിരിക്കും എഴുതുക. ഇനി അടുത്തതാണ് ഗ്രിഡ് റെഫറൻസ്. എന്താണ് ഗ്രിഡ് റെഫറൻസ് എന്ന്? ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു, നമ്മളൊരു ടോപ്പോ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എടുത്താൽ അതിനെ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. എന്തിനാ ശരിക്കും ഈ ഗ്രിഡ് ഉപയോഗിക്കുന്നത്? ഗ്രിഡ് ശരിക്കും ഉപയോഗിക്കുന്നതിന്റെ ഉപകാരം എന്താ? ഗ്രിഡ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ അറിയാനാണ്. ഒരു സ്ഥലത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ അറിയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഗ്രിഡ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഗ്രിഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അല്ല, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റിങ്സും നോർത്തിങ്സും ആണ്. അപ്പൊ അത് നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ കാണും. അതായത് ടോപ്പോ ഷീറ്റിൽ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പില് നമ്മൾ ഗ്രിഡ് നിർമ്മിക്കുന്നത് നോർത്തിങ്സും ഈസ്റ്റിങ്സും കൊണ്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് നോർത്തിങ്ങിനെയും ഈസ്റ്റിങ്ങിനെ കുറിച്ചും സ്റ്റേറ്റ്മെന്റ് തരാം PSC. അപ്പൊ നോർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെയും വിചാരം എന്താണെന്ന് അറിയോ? നോർത്തിങ് എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരയ്ക്കുന്ന വരകളാണ്. അങ്ങനെയല്ല മക്കളെ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരയ്ക്കുന്ന വരകളല്ല നോർത്തിങ് എന്ന് പറയുന്നത്. നോർത്തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന റെഡ് ലൈനുകളില്ലേ, ഇതാണ്, അല്ല സോറി, ഈ ബ്ലൂ ലൈനുകളില്ലേ, ഇതാണ് നോർത്തിങ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ ലൈൻ അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് വരയ്ക്കുന്ന വരകളാണ്, ഇങ്ങനെ വരയ്ക്കുന്ന വരകളാണ് നോർത്തിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പേരുമായിട്ട് ഇതിനൊരു ബന്ധമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിനെ നോർത്തിങ് എന്ന് വിളിക്കുന്നത്? ഇത് നോർത്ത് ടു സൗത്ത് അല്ല വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്ന വരകളെ നോർത്തിങ് എന്ന് വിളിക്കുന്നത്? കാരണം നോർത്തിലോട്ട് പോകുന്തോറും ഇവരുടെ വാല്യൂ കൂടി വരും. ഇപ്പൊ താഴെ 21 ആണെങ്കിൽ തൊട്ട് മേളിൽ 22, 23, 24, 25. അപ്പൊ മുകളിലോട്ട് പോകുന്തോറും വാല്യൂ കൂടി വരുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ നോർത്തിങ് എന്ന് വിളിക്കുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ വാല്യൂ കൂടി വരുന്നതുകൊണ്ടാണ് ഇതിനെ നോർത്തിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കുക, നോർത്തിങ് നോർത്ത് ടു സൗത്ത് വരയ്ക്കുന്നതല്ല. നോർത്തിങ് എങ്ങനെ വരയ്ക്കുന്നത്? നോർത്തിങ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് വരയ്ക്കുന്നതാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത നോർത്തിലോട്ട് പോകുമ്പോൾ വാല്യൂ കൂടി വരും. അപ്പൊ ഈസ്റ്റിങ് എന്താ? ഈസ്റ്റിങ് നേരെ തിരിച്ച്. ഈസ്റ്റിങ് എന്ന് പറയുമ്പോൾ നോർത്ത് ടു സൗത്ത് വരയ്ക്കുന്നതാണ് ഈസ്റ്റിങ് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അതിന് ഈസ്റ്റിങ് എന്ന് വിളിക്കുക? കാരണം ഈസ്റ്റിലോട്ട് പോകുമ്പോൾ അതിന്റെ വാല്യൂ കൂടി വരും. കാരണം ഈസ്റ്റിലോട്ട് പോകുമ്പോൾ അതിന്റെ വാല്യൂ കൂടി വരും. അതുകൊണ്ട് അതിനെ ഈസ്റ്റിങ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് രണ്ട് നോർത്തിങ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 84ഉം 85ഉം നോർത്തിങ്. ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലം ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ നോർത്തിങ് ഏതായിരിക്കും? ഈ സ്ഥലത്തിന്റെ നോർത്തിങ് 84 ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നമ്മൾ നോർത്തിങ് ആയിട്ട് എടുക്കുക. 84ന് 85 എന്ന നോർത്തിങ്ങിന് ഇടയിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ 84 ആണ് അതിന്റെ നോർത്തിങ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ 21നും 22നും ഇടയിൽ ഒരു സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ നോർത്തിങ് ഏതായിരിക്കും? അത് 21 ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നോർത്തിങ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ
ഈസ്റ്റിംഗ് ഇപ്പൊ 75 76 ഇടയിൽ ഒരു സ്ഥലമുണ്ട്. ഏത് ഈസ്റ്റിംഗ് ആണ് നമ്മൾ എടുക്കുക? കുറഞ്ഞ വാല്യൂ ആണ് എടുക്കുക, 75 ആണ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ 33 34 ഉണ്ടെങ്കിൽ നമ്മൾ ഏതായിരിക്കും എടുക്കുക? 33 ആയിരിക്കും എടുക്കുക. എപ്പോഴും വാല്യൂ നമ്മൾ ഏറ്റവും ലോവർ വാല്യൂ ആയിരിക്കും ആ സ്ഥലത്തിൻ്റെതായിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി മാർജിനൽ ഇൻഫർമേഷൻ. മാർജിനൽ ഇൻഫർമേഷൻ തന്നെയാണ് നമ്മൾ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മാർജിനൽ ഇൻഫർമേഷൻ തന്നെയാണ് പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് മാർജിനൽ ഇൻഫർമേഷൻ? അതായത് ഒരു മാപ്പിന്റെ മാർജിന് പുറത്ത് അല്ലെങ്കിൽ ഒരു മാപ്പിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന വിവരങ്ങളാണ് മാർജിനൽ ഇൻഫർമേഷൻ. ഒരു മാപ്പിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന വിവരങ്ങളെയാണ് മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് എടുത്താൽ അതിൻ്റെ ഒരു ടോപ്പോഗ്രഫിക്കൽ ഷീറ്റിന്റെ നമ്പർ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഗ്രിഡ് ആയിട്ട് അതിരിച്ചേക്കുന്നത്, അപ്പൊ ആ നമ്പർ എത്രയാണ്? ഇനി ആ നമ്പർ ഏത് സ്ഥലത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പൊ ആ സ്ഥലത്തിന്റെ പേര്, അതിന്റെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഈസ്റ്റിങ്, നോർത്തിങ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ആദ്യം ടോപ്പോ ഷീറ്റിന്റെ നമ്പർ. ഇനി ആ നമ്പർ ഏത് സ്ഥലത്തെ റിപ്രസെന്റ് ചെയ്യുന്നു? അപ്പൊ ആ സ്ഥലത്തിന്റെ പേര്. ഇനി അവിടെ വരുന്ന ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, നോർത്തിങ്, നോർത്തിങ്, ഈസ്റ്റിങ്. പിന്നെ സ്കെയിൽ ഓഫ് ദ മാപ്പ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ആ മാപ്പിലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക്കലി എത്ര കിലോമീറ്റർ ആണ്? സ്കെയില്. ദെൻ കോണ്ടൂർ ഇന്റർവെൽ. കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കാണിക്കുമല്ലോ, അതിന്റെ ഇന്റർവെല്ലാണ് കോണ്ടൂർ ഇന്റർവെൽ. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് സർവേ നടത്തിയതിനു ശേഷമാണ്. ഒരു കോംപ്രിഹെൻസീവ് സർവേ നടത്തിയതിനു ശേഷം മാത്രമേ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആ സർവേ നടത്തിയ വർഷം ഏതാണ്? ആ സർവേ പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? സർവേ നടത്തിയ ഏജൻസി ആരാണ്? ഇത്രയും കാര്യങ്ങൾ പ്രൈമറി ഇൻഫർമേഷൻസ് വേണം. എന്തൊക്കെ വേണം? ഒന്ന് ടോപ്പോ ഷീറ്റിന്റെ നമ്പർ, പിന്നെ നെയിം ഓഫ് ദി പ്ലേസ് റെപ്രസെന്റഡ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഈസ്റ്റിംഗ്, നോർത്തിങ്, പിന്നെ സ്കെയിൽ ഓഫ് ദ മാപ്പ്. അത് കഴിഞ്ഞ കോണ്ടൂർ ഇന്റർവെൽ. ഇതിന് പുറമെ സർവേ നടത്തിയ വർഷം, സർവേ പബ്ലിഷ് ചെയ്ത വർഷം, ഏജൻസി ഓഫ് ഇൻചാർജ് ഓഫ് ദി സർവേ, സർവേയുടെ ഇൻചാർജ് ആരായിരുന്നു? ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി നമ്മൾ കളേഴ്സ് നോക്കാൻ പോയ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ കണ്ടേ, എന്താ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയും, അതുപോലെ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കളറ് ആക്ച്വലി ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും കാണിക്കുന്നുണ്ട്, ബൗണ്ടറീനെ കാണിക്കുന്നുണ്ട്, റെയിൽവേ ലൈൻസിനെയും ടെലിഫോൺ ലൈൻസിനെയും കാണിക്കുന്നുണ്ട്, ഡ്രൈഡ് വാട്ടർ ബോഡി. അപ്പൊ മക്കളെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ഡ്രൈഡ് വാട്ടർ ബോഡി. ഓ റിനി അവിടെ അത് ആരാണെന്ന് വരെ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുണ്ട് ആ ചാനല്. ഓക്കെ, അപ്പൊ കാരണം ഞാൻ കാണാറുണ്ട്, നല്ല നല്ല ചാനൽ. ഓക്കെ, അപ്പൊ ബ്ലാക്ക് കാണിക്കുന്നത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, പിന്നെ ബൗണ്ടറി, പിന്നെ റെയിൽവേ ലൈൻ, ടെലിഫോൺ ലൈൻ, ഡ്രൈഡ് വാട്ടർ ബോഡി. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇതിൽ ഡ്രൈഡ് വാട്ടർ ബോഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ബ്ലൂ നമുക്കറിയാം, വെള്ളമുള്ള സ്ഥലങ്ങൾ, അതായത് വെള്ളമുള്ള വാട്ടർ ബോഡീസ് ആണ് ബ്ലൂവിൽ കാണിക്കുക. അപ്പൊ അത് മറക്കണ്ട. ഇനി ഗ്രീൻ നമുക്കറിയാം, ഗ്രീൻ കളറിൽ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? ഫോറസ്റ്റ് ഗ്രീൻ കളറാണ്, ഗ്രാസ് ലാൻഡ് ഗ്രീൻ കളർ, അത് ശരിയാ. ഇനി യെല്ലോ അഗ്രികൾച്ചറൽ ലാൻഡ്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നല്ല വിളഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ നല്ല കതിരൊക്കെ കൊണ്ടിരിക്കുന്ന പാടം, യെല്ലോ കളർ, അപ്പൊ അത് അഗ്രികൾച്ചർ ലാൻഡ്. വൈറ്റ് ബാരൻ ലാൻഡ്, തരിശു ഭൂമിയാണ് വൈറ്റ്. ബാരൻ ലാൻഡ്, തരിശ് ഭൂമി. ഓക്കെ, അതാണ് വൈറ്റ് കളറിൽ കാണിക്കുക. ഇനി റെഡ് ഞാൻ പറഞ്ഞു, റോഡ്, വീട്, ഗ്രിഡ്, എല്ലാം ഡ ആണ്. റെഡ് ഡ, അപ്പൊ റോഡ്, വീട്, ഗ്രിഡ്. ഓക്കെ, സെറ്റിൽമെന്റ്, റോഡ്, ഗ്രിഡ്. ബ്രൗൺ കോണ്ടൂർ ലൈൻ, ഓർത്തിരിക്കുക, കോണ്ടൂർ ലൈൻ, ഫോം ലൈൻസ് ഒക്കെ ബ്രൗൺ ആണ്. സാൻഡ് ഡ്യൂൺസ് എന്ന മണൽക്കൂനകള്, റോക്സ്, അതും എന്ത് കളറിലാണ് കാണിക്കുന്നത്? ബ്രൗൺ കളറിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ് ഞാൻ പറഞ്ഞാണ്, ഇനി പറയില്ല. ഇനി എന്താ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സർവേ നടത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർവേ നടത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു 3 സർവേസ് നടത്തിയത്. ആ 3 സർവേ അവർക്ക് വേണ്ട സർവേ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം ടാക്സ് ഈടാക്കാൻ വേണ്ട സർവേ, അതാണ് ടാക്സ് സർവേ. അവരുടെ മെയിൻ ലക്ഷ്യം ടാക്സ് പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ടാക്സ് സർവേ. ദെൻ ടോപ്പോഗ്രഫിക്കൽ സർവേ. ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വെറുതെ പോയി ടാക്സ് ഈടാക്കാൻ പറ്റില്ല. ആ സ്ഥലത്ത് എന്താ ജീവിക്കുന്ന ആൾക്കാർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്, എത്ര ലാഭം ആ കൃഷിയിടത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ടാക്സ് റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു ടോപ്പോഗ്രഫി അറിയണം.
ഓക്കെ, എന്തൊക്കെ ടാക്സ് ഈടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടോപ്പോഗ്രഫിക്കൽ സർവേ. ദെൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഹിമാലയത്തിന്റെ ഉയരം അളക്കാമെന്ന് തോന്നിയത്. അങ്ങനെ ഹിമാലയത്തിന്റെ ഉയരം അളക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നാണ് ട്രിഗണോമെട്രിക് സർവേ. അപ്പൊ 3 സർവേ അവർ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ സർവേ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്ത്? ടാക്സ് സർവേ. വെറുതെ പോയി ടാക്സ് പിരിക്കാൻ പറ്റില്ല, ആ സ്ഥലത്തിന്റെ ഫലപുഷ്ടിയൊക്കെ നോക്കിയിട്ടാണ് ടാക്സ് പിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടോപ്പോഗ്രഫിക്കൽ സർവേ, ടോപ്പോഗ്രഫി എങ്ങനെയുണ്ടെന്ന് പഠിക്കുക. ദെൻ ഹിമാലയം കണ്ടപ്പോൾ ഹിമാലയത്തിന്റെ ഉയരം അളക്കാനായിട്ട് ട്രിഗണോമെട്രിക് സർവേ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സർവേ സ്റ്റാർട്ട് ചെയ്തത് 1802-ലാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ട് ചെയ്തത് കേണൽ വില്യം ലാംപ്ടൺ ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സർവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. 1802-ലാണ്. വില്യം ലാംപ്ടൺ ആണ്. ഈ വില്യം ലാംപ്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന ആളാണ് ജോർജ് എവറസ്റ്റ്. ജോർജ് എവറസ്റ്റ് ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നതാണ് 1818-ല്. ഇദ്ദേഹമാണ് കഷ്ടപ്പെട്ട് 500 കിലോഗ്രാം ഭാരമുള്ള തിയോഡലൈറ്റ് എന്ന ഉപകരണം കൊണ്ട് മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട്, ജോർജ് എവറസ്റ്റ് എന്ന വ്യക്തി വളരെ കഷ്ടപ്പെട്ട് തിയോഡലൈറ്റ് എന്ന് പറയുന്ന ഉപകരണമൊക്കെ വെച്ച് എവറസ്റ്റിന്റെ ഉയരം കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ട്രിബ്യൂട്ട് എന്ന രീതിയിൽ അതിന് നമ്മൾ എന്ത് പേരിട്ടു? മൗണ്ട് എവറസ്റ്റ് എന്ന് പേരിട്ടു. ഓക്കെ, അപ്പം അത് മറക്കണ്ട. തിയോഡലൈറ്റ് എന്തളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഹൈറ്റ്. ഇനി ഓർത്തിരിക്കുക, ഫസ്റ്റ് ടോപ്പോഗ്രഫിക് മാപ്പ്, ഇന്ത്യയിലെ ഫസ്റ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഫസ്റ്റ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് പുറത്തു വരുന്നത് 1854-ലാണ്. ഇന്ത്യയുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഫസ്റ്റത്തെ പുറത്തു വരുന്നത് 1854-ലാണ് എന്നൊന്ന് ഓർത്ത് ഇരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനം, അതായത് ഒരേപോലെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങള്, ഒരേപോലെ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങള്, ഇതിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിന് പറയുന്ന പേര്. ഓക്കെ, അപ്പൊ എന്താ ഒരേപോലെയുള്ള സംഭവങ്ങളെ കൂട്ടി വരയ്ക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിന് ഇടുന്ന പേര്. അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു സാധനത്തിന് മെൻഷൻ ചെയ്തു, ആരെയാണ്? കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ്. തെർമ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ടെമ്പറേച്ചർ. അപ്പൊ സെയിം ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വര. ദെൻ ബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. കാരണം നമുക്കറിയാം പ്രഷർ അളക്കുന്ന യൂണിറ്റ് ആണ് ഉപകരണമാണ് ബാരോമീറ്റർ, അല്ലെ? പ്രഷർ അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പൊ ബാർ പ്രഷർ ഉള്ള സ്ഥലങ്ങള്. ഹൈറ്റ് എന്ന് കാണുമ്പോൾ ചാടിക്കേറി ഹൈറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഹൈറ്റ് റെയിൻഫോൾ, ഇങ്ങനെ ഓർത്താൽ മതി. ഉയരങ്ങളിൽ നിന്ന് വരുന്നത് മഴയാണ്. അപ്പൊ ഹൈറ്റ് റെയിൻഫോൾ. ദെൻ ഹെല്ല് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നരകം. നമ്മളോട് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട്, നരകത്തിൽ പോകും നീയൊക്കെ, നല്ല തീ ആയിരിക്കും അവിടെ, നല്ല തീ പോലെ ചുട്ടുപൊള്ളും എന്നൊക്കെ പറയും. അപ്പൊ ഹെല്ല് എന്ന് പറയുമ്പോൾ നരകത്തിൽ ചൂട് കൂടുതലാണെങ്കിൽ അവിടെ സോളാർ ഇൻസുലേഷൻസ് കൂടുതലാണ്. അങ്ങനെ ഓർത്താൽ മതി. ഹെല്ല് സോളാർ ഇൻസുലേഷൻസ് കൂടുതലാണ്, നരകത്തിൽ ചൂട് കൂടുതലാണ്. ഓക്കെ, ഇനി ബാത്ത്. നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നപ്പോ ഒരാഗ്രഹം കടലിൽ പോയി കുളിക്കണം എന്ന്. അപ്പൊ ബാത്ത് എന്ന് പറഞ്ഞാൽ കടലിൽ പോയി കുളിക്കുന്നു എന്ന് ഓർത്താൽ മതി. ഓഷനിൽ ഒരേ ഡെപ്ത് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ബാത്ത്. അപ്പൊ നിങ്ങൾ കുളിക്കാൻ കടലിൽ പോയി നോർത്താൽ മതി. അപ്പൊ ഒരേ ഡെപ്ത് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ഓഷനിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ബാത്ത്. ദെൻ ടാക്ക് എങ്ങനെ ഓർക്കും? നല്ല കാറ്റുള്ളപ്പോ നമ്മുടെ വീട്ടിലെ ജനലൊക്കെ ടക്ക് 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 നടിക്കും. അപ്പൊ ടാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡിന്റെ സ്പീഡ് ഒരുപോലുള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിച്ച് വരയ്ക്കുന്ന വരകളാണ്. ഇനി ഹാലൈൻ എന്ന് പറയുമ്പോൾ സലൈനിറ്റി. ഓക്കെ, സലൈനിറ്റി, ഹാലൈൻ, അത് കറക്റ്റ്. ഹാലൈൻ, സലൈൻ, ലൈൻ, അലൈൻ, സലൈൻ. നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാവോ? നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ഹെല്ലും ഹാലൈനും കൂടെ തിരിക്കരുത്. കഷ്ടപ്പെട്ട് ഞാൻ നരകത്തിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നതാ. നരകത്തിൽ ചൂടാണ് മക്കളെ, അതിന് കാരണം സോളാർ ഇൻസുലേഷൻ ആണ്. ഹാലൈൻ എന്ന് പറയുമ്പോൾ അലൈൻ സലൈൻ എന്ന് ഓർക്കുക. അപ്പോ ഹാലൈൻ സലൈൻ. ഇനി നെംഫ് ഉണ്ട്. എന്താണ് നെംഫ്? എന്താ? ഒരേ ക്ലൗഡിനെസ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് നെംഫ്. ഓക്കെ, ഒരേ ക്ലൗഡിനെസ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് നെംഫ്. നെംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ക്ലൗഡ് എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്തോ. ആൻസർ ചെയ്തോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്കെച്ചസ് ഹാവിംഗ് മെഷർമെന്റ്സ് ആൻഡ് സ്കെയിൽസ് ആണോ? സ്കെച്ചിന് മെഷർമെന്റും ഇല്ല, സ്കെയിലും ഇല്ല. മാപ്സ് ആർ വിത്ത് സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. ശരിയാണ്, മാപ്പിന് സ്കെയിലും ഡയറക്ഷനും എല്ലാം ഉണ്ട്. പ്ലാൻസ് ഡസ് നോട്ട് ഹാവ് മെഷർമെന്റ്സ് ആൻഡ് ഡയറക്ഷൻ. അത് തെറ്റാണ്. പ്ലാൻസിന് മെഷർമെന്റും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്.
സ്കെച്ചിന് മാത്രമേ ഇതൊന്നും ഇല്ലാത്തുള്ളൂ. സോ ചൂസ് ദി കറക്റ്റ് ആൻസർ. ഓൺലി 2. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്യൂ. ഓക്കെ, അപ്പൊ കുറെ പേര് ആൻസർ ഇട്ടിട്ടുണ്ട്. യെല്ലോ അഗ്രികൾച്ചർ ആണ് ശരിയാണ്. നമ്മൾ പറഞ്ഞു നല്ല വിളഞ്ഞിരിക്കുന്ന പാടം മഞ്ഞ കളറാണ്. ഗ്രീൻ കളറിൽ ഇരിക്കുന്ന ഫോറസ്റ്റ് ആണ് ശരിയാ. വൈറ്റ് പക്ഷേ ഡ്രൈഡ് വാട്ടർ ബോഡി അല്ല. വൈറ്റ് എന്താണ്? ബാരൻ ലാൻഡ്, തരിശു ഭൂമിയാണ് എന്ത് നമ്മുടെ വൈറ്റ് കളർ. ബ്ലാക്ക് കളർ എന്താ? ബ്ലാക്ക് കളറാണ് ഡ്രൈഡ് വാട്ടർ ബോഡി. ഡ്രൈഡ് വാട്ടർ ബോഡി അല്ലെങ്കിൽ ഉണങ്ങിയ ജലാശയങ്ങൾ, അത് ബ്ലാക്ക് ആണ്. അപ്പൊ 1ഉം 2ഉം. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറെ പേര് ആൻസർ ചെയ്തിട്ട് നോക്കാം. ഐസോ ഹൈറ്റ് റെയിൻഫോൾ, ശരി. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ആണ്. ഐസോ ഹെല്ല് സലൈനിറ്റി അല്ല, സോളാർ ഇൻസലേഷൻ ആണ്. സോളാർ ഇൻസലേഷൻ. ഐസോ ബാത്ത് ഡെപ്ത് ഓഫ് ദ ഓഷൻ, ശരിയാണ്. ഐസോ ടാക്ക് എന്താണ്? സ്പീഡ് ഓഫ് ദ വിൻഡ്, അതും ശരിയാണ്. ഐസോ ഹാലൈൻ, ഹാലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലൈനിറ്റി. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദി ഇൻകറക്റ്റ് ആൻസർ. 2ഉം 5ഉം ആണ് ഇൻകറക്റ്റ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. 2ഉം 5ഉം ആണ് ഇൻകറക്റ്റ് ആൻസർ ആണ് ചോദ്യം. അപ്പൊ ആൻസർ 2 and 5 only. Okay, next question. Which of the following instrument are used to assess distance in a map? ഓക്കെ, ഡിസ്റ്റൻസ് അളക്കാൻ ഒപ്പിസോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. പ്ലാനിമീറ്റർ ഏരിയ ആണ്. തിയോഡലൈറ്റ് ഹൈറ്റ് ആണ്. ഓക്കെ, then rotameter distance ആണ്. So 1 and 4. Answer is option B, 1 and 4 only. Answer is B, 1 and 4 only. അപ്പോ ഇതോടുകൂടി നമ്മുടെ മാപ്പിംഗ് എന്ന ടോപ്പിക് തീർന്നു. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. പോകരുത് ആരും. നമുക്ക്